നമ്മുടെ നാടൻ നെല്ലിക്ക അച്ചാർ റെഡി. അമ്മ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് അച്ചാർ റെഡിയാക്കിയതേ. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പോ പുളിയോ എല്ലാം കുറവുണ്ടെങ്കിൽ ഒന്ന് പറ. അടിപൊളി അച്ചാർ. ഉപ്പ് കറക്റ്റാണോ എന്ന് പറഞ്ഞാൽ മതി. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ? കറക്റ്റാ. ചേച്ചി നെല്ലിക്ക അച്ചാർ തയ്യാറാക്കുമെന്ന് പറഞ്ഞു തന്നേ. എണ്ണ ഞാൻ സാധാ ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഞാൻ എണ്ണ ഒഴിക്കും, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ. പിന്നെ സ്പെഷ്യലൊന്നും പറയാനില്ല. കൃത്യം പാകമൊക്കെ ആണെങ്കിൽ അച്ചാർ രുചിയായിരിക്കും. എവിടെയെങ്കിലും ഒരു പാകക്കേട് വന്നാൽ അച്ചാർ മോശമാവും. ഞാൻ ആദ്യം ഉലുവ എണ്ണ ഇടുന്നത്. 2 കിലോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉലുവ മൂത്തിട്ടുണ്ട്. ഞാൻ കടുക് ഇടുവാണ്. കടുക് ആദ്യം വെളുത്തുള്ളി ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചി ഇടുവേ. ഈ വഴന്ന് വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടി ഇടുവാണ്. ഇതെല്ലാം ഇച്ചിരി ഉപ്പിടുവാണ്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വരുന്നതിന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഞാൻ എപ്പോഴും വെളുത്തുള്ളി ഇഞ്ചിയെ മൂത്ത് കണ്ടോ. ഇനി ഞാനത് കണ്ടോ വെള്ളാംശമൊക്കെ പറ്റി ഇനി ഞാൻ മുളക് പൊടി ഇടുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാവേ. കണ്ടോ കണ്ടോ മൂത്തിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നാടൻ വിനാഗിരി ഒഴിക്കുക കേട്ടോ. ഒത്തിരി ഒഴിക്കുന്നില്ല. നെല്ലിക്ക പുഴുങ്ങി കുരു കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് ചേർക്കാം. മസാല ഇത് ഇട്ട് കൊടുക്കുവാണേ. മസാലയിലേക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്നേ മസാലയിലേക്ക് നമ്മൾ നെല്ലിക്ക നല്ലോണം മിക്സ് ചെയ്ത് കായപ്പൊടി ചേർക്കുകയാണ്. ലാസ്റ്റാണ് നമ്മൾ കായപ്പൊടി ചേർക്കുന്നത്. ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. കാരണം അത് അങ്ങനെ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല.